അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് തൻ്റെ അനുഭവമായിട്ട് ബഹുമാനപ്പെട്ടവരെ പറയുന്നത് കാണാം. വളരെ ശ്രദ്ധേയമായ ചിന്തിക്കേണ്ട ഒരു വിഷയം. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫഅലമു അയ്യുഹന്നാസ് അന്നി അഖൂലു തൂല ഹയാത്ത് അല്ലാഹ്. എൻ്റെ ജീവിതത്തിൽ ധാരാളമായിട്ട് ഞാൻ അല്ലാ 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 എന്നുള്ള ഈ ദിക്ർ ചൊല്ലിയവനാണ്, അത് വിശ്വസിച്ചവനാണ്, അതുപോലെ ജീവിച്ചവനാണ്. എനിക്ക് അതുകൊണ്ട് ഉറപ്പുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫഇദാ മിത്തു അഖൂലു അല്ലാഹ്. എന്തൊരു പറച്ചിലാണ്, എന്തൊരു ധൈര്യത്തിൻ്റെ വാക്കാണ്. ബഹുമാനപ്പെട്ടവർ പറയാണ്, എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ പറഞ്ഞൊരു കൗലാണ് അല്ലാ 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 എന്ന കൗലിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ മരണപ്പെടുന്ന സമയത്ത് അല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മരണപ്പെടുക. ഫിൽ ഖബറി, ഇനി ഖബറിൽ എന്നോട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അവിടെയും ഞാൻ ധൈര്യത്തിൽ പറയും അല്ലാഹ്. ഇനിയോ ഖിയാമത്ത് നാളിൽ ഞാൻ അവിടെ എത്തിയാലും അവിടെയും പറയും അഖൂലു അല്ലാഹ്. വഇദാ അഖൽതുൽ കിതാബ, എൻ്റെ കയ്യിൽ കിതാബ് കിട്ടിയാൽ അവിടെയും ഞാൻ പറയും അല്ലാഹ്. വഇദാ ഉസിനതു അഅമാലി അഖൂലു അല്ലാഹ്. എൻ്റെ അമലുകളൊക്കെയും തൂക്കപ്പെടുന്ന ആ സമയമുണ്ടല്ലോ, വളരെ ഭയാനകമായ സമയം, ആ സമയത്തും ഞാൻ പറയും അല്ലാഹ്. ആ സമയങ്ങളിലെല്ലാം എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതെ, ഞാൻ സിറാത്ത് പാല വിട്ടുകിടക്കുന്ന സമയത്തും ഞാൻ പറയും അല്ലാഹ്. അതായത് എൻ്റെ ജീവിതത്തിൽ എന്നും ഞാൻ ഒരുകി പൊടിച്ച, എന്നും നിർബന്ധത്തോടു കൂടെ ഞാൻ കൊണ്ടുപോയ, നിർബന്ധത്തോടു കൂടെ ഞാൻ ചെയ്ത ഒരു അമലാണ് അല്ലാഹ് അല്ലാഹ് എന്നുള്ള ചിന്ത. ആ ദിക്ർ അത് എനിക്ക് എല്ലാ സമയത്തും ഉപകാരപ്പെടും. അതിൻ്റെ ഉപകാരം അതേ സിറാത്ത് പാല കൊടുക്കുമ്പോഴും, മീസാനിൽ എൻ്റെ അമലുകൾ തൂക്കപ്പെടുന്ന സമയത്തും, അതേ കിതാബുകൾ എൻ്റെ കയ്യിൽ നൽകപ്പെടുന്ന സമയത്ത് പോലും ഞാൻ ഈ കൗലുകൾ പറഞ്ഞ് ഞാൻ വിജയിക്കും. ഇദാ ദഖൽതു അൽ ജന്ന, അതോടുകൂടെ ഞാൻ സ്വർഗത്തിലേക്ക് കടന്നാൽ അവിടെയും ഞാൻ പറയും അല്ലാഹ്. എന്തൊരു ധൈര്യത്തോടു കൂടെ ബഹുമാനപ്പെട്ടവർ പറയാൻ, വഇദാ റഅയ്തുല്ലാഹ് ഖുൽതു അല്ലാഹ്. അവസാനം സ്വർഗത്തിൽ കിട്ടാവുന്ന വലിയൊരു നേട്ടമാണല്ലോ, വലിയൊരു സന്തോഷമാണല്ലോ സ്വർഗം തന്നെ പറഞ്ഞാൽ. അത് വല്ലാത്തൊരു സന്തോഷം. പക്ഷേ എല്ലാ സന്തോഷത്തിനേക്കാൾ അപ്പുറമുള്ള സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷമാണ് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിനെ കാണുക. അങ്ങനെ എനിക്ക് എൻ്റെ റബ്ബിനെ കാണാനും സാധിക്കും. ആ സമയത്ത് അല്ലാഹ് എന്ന് ഞാൻ പറയും. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം തുടങ്ങിയത് അല്ലാഹ് എന്ന പറച്ചിലൂടെയാണ്. അതിലൂടെയാണ് ഞാൻ ജീവിച്ചത്, അതിലൂടെയാണ് ഞാൻ മരിച്ചത്, അതിലൂടെയാണ് ഖബറിലേക്ക് പോയത്, അതിലൂടെയാണ് ഞാൻ ആഖിറത്തിൻ്റെ എല്ലാ ഭയാനകമായ ഘട്ടങ്ങളൊക്കെ നേരിട്ടത്. അതിലൂടെ ഞാൻ സ്വർഗത്തിൽ കടന്ന് ആ അല്ലാഹ് എന്ന പറച്ചിലൂടെ ഞാൻ അല്ലാഹുവിലേക്ക് എത്തിപ്പെടുമെന്നുള്ള വളരെ ധൈര്യത്തുള്ള വാക്ക് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് പറയുന്നത് കാണാം. ഇതിന് നമുക്ക് ധാരാളം ചിന്തിക്കാനുണ്ട്. കാരണം അവർക്ക് അത്രമാത്രം ധൈര്യം ഉണ്ടാവാനുള്ള കാരണം അത്രമാത്രം ആ അല്ലാഹ് എന്നുള്ള ലഫ്ള് അവർ മനസ്സുകൊണ്ട് വിശ്വസിച്ചു, അതിനു വേണ്ടി പ്രവർത്തിച്ചു, അതിനു വേണ്ടി അമലുകൾ ചെയ്തു, അത് ധാരാളം ചെയ്തു. അങ്ങനെ പറയുന്നത് വെറുതെ ഒന്നുമല്ല, കേവലം പറച്ചിൽ മാത്രമല്ല, അത്രമാത്രം ഒരു ശുദ്ധമായ ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ടവരത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ നമ്മളെ കൊണ്ടൊന്നും അങ്ങനെ പറയാനുള്ള ധൈര്യമില്ലല്ലോ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മെ നന്നാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു ചിന്ത തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.